ഓം ശാന്തി. ജ്ഞാനമുരളി. ഈശ്വരന്റെ മഹാവാക്യങ്ങൾ. मीठे बच्चे, पति से पावन बनाने वाले बाप के साथ तुम्हारा बहुत बहुत लव होना चाहिए. सवेरे सवेरे उठकर पहले पहले कहो शिव बाबा गुड मॉर्निंग. ബാബ പറയുകയാണ്, മധുരമായ മക്കളെ, പതിതരെ പാവനമാക്കി മാറ്റുന്ന അച്ഛനോട് വളരെയധികം സ്നേഹമുണ്ടാവണം. അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ആദ്യം പറയൂ शिव बाबा गुड मॉर्निंग. प्रश्न, एक्यूरेट याद के लिए कौन सी धारणाएं चाहिए? एक्यूरेट याद के लिए कौन सी धारणाएं चाहिए? एक्यूरेट याद वाले की निशानी क्या होगी? ചോദ്യം, കൃത്യമായ ഓർമ്മത്തിനായി ഏതു ധാരണകൾ ആവശ്യമാണ്? കൃത്യമായ ഓർമ്മ ചെയ്യുന്നവരുടെ അടയാളം എന്താണ്? ഉത്തരം, एक्यूरेट याद के लिए धैर्यता, गंभीरता और समझ चाहिए. इस धारणा के आधार से जो याद करते हैं उनकी याद से मिलती है और बाबा की करंट आने लगती है. उस करंट से आयु बढ़ेगी, हेल्दी बनते जाएंगे, दिल एकदम टर जाएगी, शीतल हो जाएगी, आत्मा सतो प्रधान बनती जाएगी. ഉത്തരം, കൃത്യമായ ഓർമ്മത്തിനായി ക്ഷമ, ഗംഭീരത और പിന്നെ അറിവ് വേണം. ഈ ധാരണയുടെ ആധാരത്തിലൂടെ ആരാണോ ഓർമ്മിക്കുന്നത് അവരുടെ ഓർമ്മ ബാബയുമായി ചേരുകയും ബാബയുടെ കറന്റ് ഉള്ളിൽ വരാൻ തുടങ്ങുന്നു. ഈ കറന്റിലൂടെ ആയുസ്സ് വർദ്ധിക്കുന്നു, ആരോഗ്യവാനായി മാറും. പൂർണ്ണമായി ഹൃദയം ശീതളമായി മാറും, ആത്മാവ് സതോ പ്രധാനമായി കൊണ്ടേ പോകും. ओम शांति. बाप कहते हैं, मीठे बच्चे, तत्वम अर्थात तुम आत्माएं भी शांत स्वरूप हो. तुम सर्व आत्माओं का स्वधर्म है ही शांति. शांति धाम से यहाँ आकर टाकी बनते हो. यह कर्मेंद्रिया तुमको मिलती है पार्ट बजाने के लिए. आत्मा छोटी बड़ी नहीं होती है, शरीर छोटा बड़ा होता है. बाप कहते हैं, मैं तो शरीरधारी नहीं हूँ. ബാബ പറയുന്നു, മധുരമായ മക്കളെ, തത്വം അർത്ഥം, നിങ്ങൾ ആത്മാക്കളും ശാന്തസ്വരൂപരാണ്. നിങ്ങൾ എല്ലാ ആത്മാക്കളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ശാന്തിധാമിൽ ഇവിടെ വന്ന് സംസാരിക്കുന്നവരായി മാറും. ഈ കർമ്മേന്ദ്രിയങ്ങൾ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി കിട്ടിയതാണ്. ആത്മാവ് ചെറുതും വലുതും ആകുന്നില്ല, ശരീരം ആകും. ബാബ പറയുന്നു, ഞാൻ ശരീരധാരി അല്ല. बाप कहते हैं, मैं परमधाम से आकर तुम बच्चों के सम्मुख हुआ हूँ. बच्चों को फिर से नॉलेज देता हूँ, क्योंकि मैं हूँ नॉलेजफुल, ज्ञान का सागर. मैं आता हूँ तुम बच्चों को पढ़ाने, राजयोग सिखाने. राजयोग सिखाने वाला भगवान ही है. ബാബ പറയുന്നു, ഞാൻ പരമധാമത്തിൽ വന്ന് കുട്ടികളുടെ സമ്മുഖത്തിൽ പ്രത്യക്ഷനാകുന്നു, മക്കൾക്ക് വീണ്ടും നോളേജ് തരുന്നു. എന്നാൽ ഞാനാണ് നോളേജ്ഫുൾ, ജ്ഞാനത്തിൻ്റെ സാഗരൻ. ഞാൻ വരുന്നത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, രാജയോഗം അഭ്യസിപ്പിക്കാൻ. हर एक का पार्ट अपना है, ईश्वर का पार्ट अपना है. तो बाबा समझाते हैं, मीठे बच्चे, अपने को आत्मा समझो. ऐसा अपने को समझना कितना मीठा लगता है.
हम क्या थे, अब क्या बन रहे हैं. ബാബ പറയുകയാണ്, ഓരോരുത്തരുടെ പാർട്ട് അവരവരുടേതാണ്, ഈശ്വരന്റെ പാർട്ട് ഈശ്വരന്റേതാണ്. മധുരമായ കുട്ടികളെ, സ്വയത്തെ ആത്മാ എന്നു മനസ്സിലാക്കൂ. ഇതുപോലെ സ്വയത്തെ മനസ്സിലാക്കുന്നതിലൂടെ എത്ര മധുരമായി നമുക്ക് അനുഭവങ്ങൾ കിട്ടും. നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായി മാറിക്കൊണ്ടിരിക്കുന്നു. अंदर में बहुत खुशी होनी चाहिए. ओहो, वेद का बाबा कहते हैं, मीठे मीठे बच्चों मुझे याद करो तो तुम सतो प्रधान बनेंगे, विश्व का मालिक बनेंगे. बाप कितना बच्चों को प्यार करते हैं. ऐसा नहीं कि सिर्फ टीचर के रूप में पढ़ाकर घर चले जाते हैं. वो तो बाप भी टीचर भी है, तुमको पढ़ाते भी है, याद की यात्रा भी सिखलाते हैं. ബാബ പറയുന്നു, മക്കളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആഹാ, പരിധിയില്ലാതെ അച്ഛൻ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ സതോപ്രധാനരായി മാറും, ലോകത്തിൻ്റെ ഉടമസ്ഥരായി മാറും. എത്ര സ്നേഹത്തോടെ ബാബ കുട്ടികൾക്കു മനസ്സിലാക്കി തരുന്നു. ശിവബാബ ടീച്ചർ രൂപത്തിൽ മാത്രം പഠിപ്പിച്ചു വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മുടെ അച്ഛനുമാണ്, സദ്ഗുരുവാണ്, അധ്യാപകനുമാണ്. പഠിപ്പിക്കുന്നു, ഓർമ്മയുടെ യാത്ര പോലും അഭ്യസിപ്പിക്കുന്നു. സവേരെ ഉठ बाबा से गुड मॉर्निंग करे, ज्ञान का चिंतन में रहे तो खुशी का पारा चढ़े. ബാബ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് ബാബയുമായി ഗുഡ് മോർണിംഗ് പറയൂ, ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിലിരിക്കൂ, സന്തോഷത്തിൻ്റെ ലഹരി കൂടിക്കൊണ്ടേയിരിക്കും. बाप से गुड मॉर्निंग करने से पापों का बोझा उतरेगा. ശിവബാബയോട് ഗുഡ് മോർണിംഗ് പറയുന്നതിലൂടെ പാപങ്ങളുടെ ഭാരം ഇറങ്ങുന്നു, കുറവാകുന്നു. മുഖ്യമാണ് ഓർമ്മ. इससे भविष्य के लिए तुम्हारी बहुत भारी कमाई होती है. ബാബയുടെ ഓർമ്മയിലൂടെ ഭാവിക്കു വേണ്ടി വളരെയധികം വലിയ സമ്പാദ്യം ഉണ്ടാകുന്നു. मीठे बच्चों को यह पक्का याद रखना है, शिव बाबा हमको पढ़ाते हैं. കുട്ടികൾക്ക് ഉറപ്പായ നിശ്ചയമുണ്ടാവണം, നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം നിരാകാരനായ ഈശ്വരനാണ്, നമ്മുടെ പ്രിയപ്പെട്ട ശിവപിതാവാണ്. ശിവബാബ പതിത് പാവൻ भी है, सदगति दाता भी है. सदगति माना स्वर्ग की राजाई देते हैं. बाबा कितना मीठा है, कितना प्यार से बच्चों को बैठ पढ़ाते हैं. शिव बाबा പതിത പാവനനാണ്, സദ്ഗതി ദാതാവുമാണ്. സദ്ഗതി എന്നാൽ സ്വർഗത്തിൻ്റെ രാജ്യപദവി കൊടുക്കുന്നവനാണ്. എത്ര മധുരനാണ് ബാബ, എത്ര സ്നേഹത്താൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. बाबा कितना प्यार से पढ़ाते हैं, कोई तकलीफ नहीं देते, सिर्फ कहते हैं मुझे याद करो और चक्र को याद करो. ബാബ കുട്ടികൾക്ക് ഏതു തരത്തിലുള്ള കഷ്ടം കൊടുക്കുന്നില്ല. ഇത്രയും പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, ചക്രത്തെ ഓർമ്മിക്കൂ. ബാബ की याद में दिल एकदम टर जानी चाहिए. ശിവബാബയുടെ ഓർമ്മയിൽ ഹൃദയം പൂർണ്ണമായി ശീതളമായി മാറും. मीठे बच्चे जानते हैं, पारलौकिक बाप से हमको अविनाशी वर्षा मिलता है. जो सच्चे सच्चे बच्चे हैं, जिनका बाप दादा से पूरा लव है, उनको बड़ी खुशी रहेगी.
ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പാർലൗകിക പിതാവായ ഈശ്വരനിൽ നിന്ന് നമുക്ക് അവിനാശി സമ്പത്തു കിട്ടും. ആറ് സത്യസത്യമായ കുട്ടികളാണോ അവർക്ക് ബാബയുമായി സമ്പൂർണ്ണ സ്നേഹമാണ്. അവരുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. हम विश्व का मालिक बनते हैं. हाँ, पुरुषार्थ से ही विश्व का मालिक बना जाता है, सिर्फ कहने से नहीं. ബാബ പറയുന്നു, പുരുഷാർത്ഥത്തിലൂടെ വിശ്വത്തിൻ്റെ ഉടമസ്ഥരായി മാറും, പറയുന്നതിലൂടെ മാത്രം ആയി മാറുന്നില്ല. जो सेंसिबल बच्चे होंगे वह कहेंगे हम बाबा से पूरा ही वर्षा लेंगे. ആറ് നല്ല വിവേകമുള്ള കുട്ടികളാണോ അവർ പറയുന്നു, ഞാൻ ബാബയുമായി സമ്പൂർണ്ണ സ്വത്ത് നേടിത്തീരും. ഏകദം ചട്ടക്പടേങ്കെ. ബാബയുടെ സ്നേഹത്തിൽ മുഴുങ്ങിയിരിക്കുന്നു. ബാബा से बहुत लव रहेगा. जानते हैं प्राण देने वाला ബാബ മിലാ ഹേ. ബാബയുമായി വളരെ സ്നേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. അറിയുന്നു, പ്രാണദാനം നൽകുന്ന ഈശ്വരൻ ശിവബാബ എനിക്കു കിട്ടിയതാണ്. नॉलेज का वरदान ऐसा देते हैं जिससे हम क्या से क्या बन जाते हैं. ജ്ഞാനമാകുന്ന വരദാനം ബാബ നൽകുന്നു. ഇതിലൂടെ നമ്മൾ എന്തിൽ നിന്ന് എന്തായി മാറും. तुम बच्चों को यह नशा रहना चाहिए, हम रूहानी यूनिवर्सिटी में पढ़ रहे हैं. ബാബ പറയുന്നു, കുട്ടികൾക്കു ഈ ലഹരി ഉണ്ടാവണം. ഞാൻ ആത്മീയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. हम गॉडली स्टूडेंट है. ഞാൻ ഈശ്വരന്റെ വിദ്യാർത്ഥിയാണ്. हम मनुष्य से देवता अथवा विश्व का मालिक बनने के लिए पढ़ रहे हैं. ഞാൻ മാനവരിൽ നിന്ന് ദേവത, ഞാൻ മനുഷ്യനിൽ നിന്ന് ദേവത. എന്നാൽ ലോകത്തിൻ്റെ ഉടമസ്ഥനായി മാറാൻ ഇവിടെ വന്ന് പഠിക്കുന്നു. मीठे मीठे बच्चों को बाप बैठ समझाते हैं. ആരാണ് നമുക്കിവിടെ സമ്മുഖത്തിലിരുന്ന് പഠിപ്പിക്കുന്നത്? എപ്പോഴും ഓർമ്മ ഉണ്ടാവണം, സ്വയം ഭഗവാൻ ഈശ്വരൻ എനിക്ക് പഠിപ്പിക്കുന്നു. अपने को आत्मा समझ पारलौकिक परमपिता को याद करो. इस याद से ही तुम्हारे विकर विनाश होंगे, तुम पावन बन जाएंगे. घड़ी घड़ी यह याद करना है. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാ എന്ന് മനസ്സിലാക്കി പരമപിത പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഈ ഓർമ്മയിലൂടെ തന്നെ വികർമ്മങ്ങൾ, നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങൾ നശിക്കും. നമ്മൾ പാവന ആത്മാക്കളായി മാറും. ഓരോ നിമിഷവും ബാബയുടെ സ്മൃതി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. वह है ही पावन आत्माओं का घर. यह शरीर 5 तत्वों से बना हुआ है. यह 5 तत्व यहाँ रहने लिए खींचते हैं, क्योंकि आत्मा ने यहाँ जैसे प्रॉपर्टी ली हुई है, इसलिए शरीर में ममत्व हो गया है. अब इनसे ममत्व निकाल जाना है अपने घर. ബാബ പറയുന്നു, പരമധാമം നമ്മളെല്ലാ പരിധിയില്ലാത്ത ആത്മാക്കളുടെ സ്വന്തം വീടാണ്, പാവന ആത്മാക്കളുടെ വീടാണ്. ഈ ഭൂമി പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മുടെ ശരീരം പോലും പഞ്ചതത്വങ്ങളാൽ രചിച്ചതാണ്. ഈ പഞ്ചതത്വങ്ങൾ ഇവിടെ വസിക്കാൻ നമ്മളെ ആകർഷിക്കുന്നു. ആത്മാക്ക് ഈ പ്രോപ്പർട്ടി ലഭിച്ച പോലെ ആത്മാക്ക് ഈ പഞ്ചതത്വങ്ങളുടെ ശരീരത്തെ മേൽ മമത്വം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, സത്യയുഗത്തിൽ, എന്നാൽ സൃഷ്ടിയുടെ തുടക്കം
സത്വികം. സത്വികത്തിൽ ശരീരം യോഗബലത്താൽ ലഭിക്കുന്നു. സതോ പ്രധാന പ്രകൃതി ഹോത്തി ഹെ, ഇസ്ലിയെ കിഞ്ചിതി നഹി ഹെ. ബാബ ഈ കലിയുഗത്തിന്റെ പിന്നെ സത്വികത്തിന്റെ പ്രകൃതിയുടെ വ്യത്യാസം മക്കൾക്കു മനസ്സിലാക്കി തരുന്നു. ഇവിടെയുള്ള പ്രകൃതി ആത്മാവിനെ വലിക്കുന്നു, ആകർഷിക്കുന്നു. പക്ഷെ സത്വികത്തിൽ ഉള്ള ആത്മാക്കൾക്ക് പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം ആകർഷിക്കുന്നില്ല. കാരണം അവിടെ പ്രകൃതി പോലും സതോ പ്രധാനമാണ്, ആത്മാക്കൾ പോലും സതോ പ്രധാനമാണ്. യ ബഡി മഹീൻ ബാത്തേ ഹെ സമജ്നെ കി. ഇതെല്ലാം വളരെ വലിയ സൂക്ഷ്മമായ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ബാബയെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, बाबा को याद करेंगे तो वह संभाल भी करेंगे. बाप तुम बच्चों को दुख से छुड़ाकर शांति का दान देते हैं. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു, പരിപാലന ചെയ്യുന്നു. ബാബ കുട്ടികളെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാക്കി ശാന്തിയുടെ ദാനം നൽകുന്നു. തുംകോ ഭി ശാന്തി കാ ദാൻ ദേനാ ഹെ. ഏതുപോലെ നമ്മുടെ അച്ഛൻ ശാന്തിയുടെ സാഗരനായ ശിവബാബ മുഴുവൻ ലോകത്തിലുള്ള പരിധിയില്ലാത്ത ആത്മാക്കൾക്ക് ശാന്തിയുടെ ദാനം നൽകുന്നു. കുട്ടികൾ ഇതേ സേവനങ്ങൾ ചെയ്യണം. തുമാരിയ ബേഹദ് കി ശാന്തി അഥവാ യോഗബൽ दूसरों को भी एकदम शांत कर देंगे. ബാബ പറയുന്നു, നിങ്ങളുടെ ഈ പരിധിയില്ലാത്ത ശാന്തി അതായത് യോഗബലം മറ്റുള്ളവർക്കും ശാന്തമാക്കി മാറ്റുന്നു, മറ്റുള്ളവരെയും ശാന്തമാക്കി മാറ്റുന്നു. बच्चे याद करते हैं तो बापू भी प्यार करते हैं. आत्मा को प्यार किया जाता है. കുട്ടികളും അച്ഛനെ ഓർമ്മിക്കുന്നു, എന്നാൽ ബാബ പോലും കുട്ടികളെ സ്നേഹിക്കുന്നു. ആത്മാവിനെയാണ് സ്നേഹം ചെയ്യേണ്ടത്. ബാബ हम आत्माओं को पढ़ा रहे हैं, बाप भी समझते हैं हम इतनी छोटी बिंदी आत्मा को पढ़ाता हूँ. ശിവബാബ ആത്മാക്കൾക്കാണ് പഠിപ്പിക്കുന്നത്. ബാബ മനസ്സിലാക്കി കൊടുക്കുന്നു, ഞാൻ ഇത്രയും ചെറിയ ബിന്ദു രൂപത്തിലുള്ള ആത്മാക്കൾക്കാണ് പഠിപ്പിക്കുന്നത്. ആകെ ചൽ തുമാരി അവസ്ഥ ഹോ ജായേഗി, സമझेंगे हम ബായി ബായി കോ പഠാത്തെ ഹെ. ബാബ പറയുന്നു, കുറച്ച് മുന്നോട്ടു പോകവേ കുട്ടികളുടെ അവസ്ഥ ഇതുപോലെ ആയിത്തീരും. മനസ്സിലാക്കുന്നു, നമ്മൾ പരസ്പരം സഹോദര ആത്മാക്കളാണ്. शरीर पर दृष्टि बिल्कुल नहीं जाएगा. शकल बहन के होते भी दृष्टि आत्मा तरफ जाएगी. ബാബ പറയുന്നു, കുട്ടികളുടെ ദൃഷ്ടി ശരീരത്തിന്റെ മേൽ പോകുന്നില്ല. മുഖം സോദരന്റേതു ഉണ്ടായാലും ദൃഷ്ടി ആത്മാവിന്റെ ഭാഗത്തേക്കു പോകുന്നു. നല്ലത്. मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को നമസ്തേ. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദ അവരുടെ സ്നേഹ സ്മരണകളും പുലർക്കാല വന്ദനവും.
വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദ അവരുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ധാരണക്കുള്ള मुख्य सारम. अपनी झोली ज्ञान रत्नों से भरकर फिर दान भी करना है. जो दान करते हैं वो सबको प्यारे लगते हैं, उन्हें अपार खुशी रहती है. फर्स्ट पॉइंट, തന്റെ ബുദ്ധിയാകുന്ന സഞ്ചിയെ ജ്ഞാനരത്നങ്ങളാൽ നിറച്ച് പിന്നീട് ദാനം പോലും ചെയ്യണം. അർത്ഥം, മറ്റുള്ളവർക്കും ജ്ഞാനദാനം കൊടുക്കണം. ആര് ജ്ഞാനദാനം ചെയ്യുന്നു അവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറും. അവർക്ക് അപാര സന്തോഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. सेकंड पॉइंट, प्राणदान देने वाले बाप को बहुत प्यार से याद करते सबको शांति का दान देना है. स्वदर्शन चक्र फिराते ज्ञान का सागर बनना है. सेकंड पॉइंट, പ്രാണദാനം നൽകുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. എല്ലാവർക്കും ശാന്തിയുടെ ദാനം നൽകണം. സ്വദർശന ചക്രം കറക്കി ജ്ഞാനത്തിൻ്റെ സാഗരമായി മാറണം. സദ്ഗുരുവായ ശിവബാബയുടെ സദ്ഗുരുവിൻ്റെ വരദാനമാണ് शांति की शक्ति के साधनों द्वारा विश्व को शांति बनाने वाले रूहानी शस्त्रधारी भव. सद्गुरुविंडे वरदानमाणु शांति की शक्ति के साधनों द्वारा विश्व को शांत बनाने वाले रूहानी शस्त्रधारी भव. സദ്ഗുരു ബാബയുടെ വരദാനമാണ് ശാന്തിയുടെ ശക്തിയുടെ സാധനങ്ങളിലൂടെ ലോകത്തെ ശാന്തമാക്കി മാറ്റുന്ന ആത്മീയ ശസ്ത്രധാരി ആയി ഭവിക്കട്ടെ. शांति की शक्ति का साधन है शुभ संकल्प, शुभ भावना और नयनों की भाषा है. जैसे मुख की भाषा द्वारा बाप का व रचना का परिचय देते हो, ऐसे शांति की शक्ति के आधार पर नयनों की भाषा से नयनों द्वारा बाप का अनुभव करा सकते हो. स्थूल सेवा के साधनों से ज्यादा साइलेंस की शक्ति अति श्रेष्ठ है. रूहानी सेना का यही विशेष शस्त्र है. रूहानी सेना का यही विशेष शस्त्र है. इस शस्त्र द्वारा अशांत विश्व को शांत बना सकते हो. വരദാനത്തിൻ്റെ വിവരണമാണ് ശാന്തിയുടെ ശക്തിയുടെ സാധനമാണ് ശുഭസങ്കല്പങ്ങൾ, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷയാണ്. ഏതുപോലെ മുഖത്തിൻ്റെ ഭാഷയിലൂടെ ബാബയുടെ പരിചയം, എന്നാൽ നമ്മുടെ ലൗകിക അച്ഛൻ അമ്മയുടെ പരിചയം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സുകളുടെ പരിചയം നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കും. ഇതുപോലെ ശാന്തിയുടെ ശക്തിയുടെ ആധാരത്തിൽ നയനങ്ങളുടെ ഭാഷയിലൂടെ നയനങ്ങൾ മുഖേന ഈശ്വരന്റെ അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. സ്ഥൂലമായ സേവനങ്ങളുടെ സാധനങ്ങളിൽ സ്ഥൂല സേവനത്തിൻ്റെ സാധനങ്ങളുടെക്കാളും അധികം ശാന്തിയുടെ ശക്തി അതിശ്രേഷ്ഠവുമാണ്. ആത്മീയ സൈന്യത്തിൻ്റെ ഇത് പ്രത്യേക ശസ്ത്രമാണ്. ഈ ശസ്ത്രത്തിലൂടെ
അശാന്തമായ ലോകത്തെ ശാന്തമാക്കി മാറ്റാൻ സാധിക്കും. स्लोगन, मनन करने से जो खुशी रूपी मक्खन निकलता है वही जीवन को शक्तिशाली बनाता है. ബാബ മുദ്രാവാക്യം പറയുന്നു, മനനം ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തെല്ലാം ഇപ്പോൾ ജ്ഞാന വാക്കുകൾ, നമ്മൾ ഈശ്വരന്റെ വാക്കുകൾ കേട്ട് ഈ കാര്യങ്ങളെ മനനം ചെയ്യുന്നതിലൂടെ സന്തോഷം എന്ന വെണ്ണ കിട്ടും. ഈ സന്തോഷം എന്ന വെണ്ണം ജീവിതത്തെ ശക്തിശാലിയാക്കി മാറ്റുന്നു. ഓം ശാന്തി. पहला शब्द है, बच्चे अपने को आत्मा समझो अथवा मनमना भव. यह है संस्कृत अक्षर. अब बच्चे जब सर्विस करते हैं तो पहले ही उनको अलग पढ़ाना है. बाबा പറയുന്നു, ആദ്യത്തെ പഠിപ്പാണ്, ലെസനാണ് കുട്ടികളെ സ്വയത്തെ ആത്മാ എന്ന് മനസ്സിലാക്കുക. എന്നാൽ മന്മനാഭവ, മന്മനാഭവ എന്നാൽ ഇത് സംസ്കൃത ശബ്ദമാണ്. അതിൻ്റെ അർത്ഥം ബാബ മക്കൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. पहले वाक्य चित्र के पास उनको कहना है. बाबा कहते हैं, अपने को आत्मा समझ मुझ बाबा को याद करो. मैं तुम्हारा सुप्रीम बाप भी हूँ, सुप्रीम टीचर भी हूँ, सुप्रीम ഗുരു भी हूँ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ പരമപിതാവുമാണ്, പരമശിക്ഷകനാണ്, പരമ സദ്ഗുരുവാണ്. सबको यह पाठ सिखलाना है. शुरू यहाँ से करनी है. ഏവർക്കും ഈ ലെസൺ പഠിപ്പിക്കണം. ബാബ कहते हैं, मामेकम याद करो, अपने को आत्मा समझो तो बेड़ा पार है. याद करते करते पवित्र दुनिया में पहुंच ही जाना है. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയത്തെ ആത്മാ എന്ന് മനസ്സിലാക്കൂ, എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന തോണി അക്കരയും എത്തും. ഓർമ്മ ചെയ്ത് ചെയ്ത് പവിത്ര ലോകത്തിൽ നമ്മൾ എത്തും. यह शब्द कम से कम 3 मिनट घड़ी घड़ी पक्का करना है. ഞാൻ ആത്മാവാകുന്നു, ഞാൻ ആത്മാവാണ്. ഈ ലെസൺ ഓരോ മണിക്കൂർ ഓർമ്മയിൽ ഉണ്ടാവണം, ഉറപ്പാക്കണം. बाबा को याद किया, बाबा बाबा भी है, रचना का रचयिता भी है. ഞാൻ ബാബയെ ഓർമ്മിച്ചോ. ഓരോ മണിക്കൂർ സ്വയത്തെ ചോദിക്കണം. ബാബ അച്ഛനുമാണ്, रचनाയുടെ रचयिताവുമാണ്. रचना के आदि मध्य अंत को जानते हैं. ബാബ രചയിതാവ്, രചനയുടെ എന്നാൽ ഈ സൃഷ്ടി നാടകത്തിൻ്റെ ആദി മധ്യം അവസാനത്തെ അറിയുന്നവനാണ്. മനുഷ്യ സൃഷ്ടി കാ ബീജരൂപ ഹേ. ശുഭാബ തന്നെ ഈ മനുഷ്യ സൃഷ്ടിയുടെ വിത്ത് രൂപനാണ്, ബീജരൂപനാണ്. पहले पहले तो यह निश्चय कराना है, बाप को याद करते हो. ആദ്യം ഈ നിശ്ചയം ചെയ്യിക്കണം, ബാബയെ ഓർമ്മിക്കുന്നു. ബാബയെ ഓർമ്മിച്ചോ. ഈ നോളേജ് ബാബ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അംബി ബാബ സെ നോളേജ് ലീ ഹെ ജോ ആപ്കോ ദേത്തെ ഹെ. നമ്മൾ ബാബയുമായി നോളേജ് നേടിയതാണ്, അത് നമ്മൾ നിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയണം എന്ന് ബാബ പറയുന്നു. पहले पहले यह मंत्र पक्का कराना है, अपने को आत्मा समझ, बाप को याद करो तो धन के बन जाएंगे.
ആദ്യം ഈ മന്ത്രം ഉറപ്പാക്കണം. സ്വയത്തെ ആത്മ എന്നു മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ ധനവാനായി മാറും. ബാബ പറയുന്നു, हमको बाबा को याद करना है, वही सर्वशक्तिमान है, उनको याद करने से पाप कट जाएंगे. बापू की महिमा तो क्लियर है. पहले यह जरूर समझाना चाहिए, अपने को आत्मा समझ मामेकम याद करो. देह के सब संबंध भूल जाओ. मैं सिख हूँ, फलाना हूँ, यह छोड़ एक बाप को याद करना है. पहले तो बुद्धि में यह मुख्य बात बिठाओ. वह बाप ही पवित्रता, सुख, शांति का वर्षा देने वाला है. बाप ही कैरेक्टर्स सुधारते हैं. നമ്മൾ ബാബയെ തന്നെ ഓർമ്മിക്കണം. ഈശ്വര തന്നെ, ബാബ തന്നെ സർവശക്തിവാനാണ്. ബാബയുടെ ഓർമ്മയിലൂടെ പാപങ്ങൾ നശിക്കും. ബാബയുടെ മഹിമ സ്പഷ്ടമാണ്. ആദ്യം ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കണം. സ്വയത്തെ ആത്മാ എന്നു മനസ്സിലാക്കൂ. എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെ മറക്കൂ. ഞാൻ സിഖാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ ഹിന്ദുവാണ്. ഈ എല്ലാം ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കൂ. ആദ്യം ബുദ്ധിയിൽ ഈ മുഖ്യമായ കാര്യം ഇരുത്തണം. ശുബാബ തന്നെ പവിത്രത, സുഖവും ശാന്തിയുടെ സ്വത്തും നൽകുന്നവനാണ്. ബാബ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സുകളെ ശ്രേഷ്ഠമാക്കുന്നവനാണ്. ഓം ശാന്തി. ശാന്തമായിരിക്കുക. അലർട്ടായിരിക്കുക. സ്വയത്തെ നോക്കുന്ന, ആത്മദർശനത്തെ അനുഭവം ചെയ്യുന്ന പ്രാക്ടീസ്. ഞാൻ ആരാണ്? ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന, ഓരോ ചിന്തനങ്ങളെ രചിക്കുന്ന, ഭാവനകളെ ഫീൽ ചെയ്യുന്ന ഒരു ദിവ്യമായ ഊർജമാണ് ഞാൻ. പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം എന്റേതാണ്. ഞാൻ ആത്മീയ ഊർജമാണ്. ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ്. തലച്ചോറിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന ഞാൻ ആത്മാവ്. മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങൾ കൊണ്ട് കൂടിച്ചേർത്ത ഒരു അനശ്വരമായ ശക്തിയാണ്. പോയിന്റ് ഓഫ് ലൈറ്റ്. പുരികങ്ങളുടെ മധ്യത്ത് സൂക്ഷ്മാതിസൂക്ഷ്മമായ തിളങ്ങുന്ന ഒരു ചെറിയ നക്ഷത്രമാണ്
എൻ്റെ സത്യസ്വരൂപം. ബുദ്ധിയാകുന്ന അകക്കണ്ണുകൊണ്ട് എൻ്റെ ഈ സത്യസ്വരൂപത്തെ ഞാൻ ദർശിക്കുന്നു. ഞാൻ ആത്മാവ് ശാന്തവുമാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. ശാന്തസ്വരൂപ ആത്മാവായ ഞാൻ ശാന്തി സാഗര ശിവപിതാവിൻ്റെ പ്രിയപ്പെട്ട സന്താനമാണ്. ഞാൻ ആത്മാവ് ശാന്തിയുടെ ശക്തി കൊണ്ട് സമ്പന്നനാണ്. ശാന്തി എൻ്റെ നേച്ചറാണ്. ശാന്തി എൻ്റെ സ്വത്താണ്. ഞാൻ ആത്മാവ് ഈ ഭൂമിയാകുന്ന നാടകവേദിയിൽ എൻ്റെ സ്വഗൃഹമായ പരമധാമിൽ പുരുഷന്റെ സ്ത്രീകളുടെ വേഷങ്ങളെ ധരിച്ച് ഈ ഭൂമിയാകുന്ന നാടകവേദിയിൽ എൻ്റെ പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവ് എൻ്റെ സ്വഗൃഹമായ പരമധാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് മനസ്സ് ബുദ്ധിയിലൂടെ ചെയ്യുന്ന യാത്ര ആണ്. സ്വയത്തെ നോക്കണം. പുരികങ്ങളുടെ മധ്യത്തിൽ സൂക്ഷ്മാതിസൂക്ഷ്മ പ്രകാശത്തിൻ്റെ കണമാണ് ഞാൻ. ഈ ശരീരം, അന്തരീക്ഷം, ആകാശം, ചന്ദ്ര നക്ഷത്രങ്ങൾ, സൂര്യൻ, നീല ആകാശത്തെ അപ്പുറം ഉള്ള സൂക്ഷ്മലോകവും സൂക്ഷ്മലോകത്തിനും അപ്പുറമുള്ള സ്വർണ ചുവപ്പ് കാവിനിറം ലോകം എൻ്റെ സ്വന്തം വീടാണ്. ബുദ്ധിയാകുന്ന അകക്കണ്ണുകൊണ്ട് ഈ പരമധാമിൽ ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ അനുഭവം ചെയ്യുന്നു. അനന്തമായ വിശാലമായ പരമശാന്തി നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഈ ശാന്തിധാമിൽ ഒരു ചെറിയ നക്ഷത്രം പോലെ ഞാൻ പ്രകാശിക്കുന്നു. എൻ്റെ മുന്നിൽ മറ്റൊരു ജ്യോതിർബിന്ദുവെ ഞാൻ കാണുന്നു. രൂപത്തിൽ എന്നെ പോലെ പ്രകാശിക്കുന്ന ആ ജ്യോതിർബിന്ദു
പരംജ്യോതിസ് ഈശ്വരനാണ്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ചൈതന്യത്തിൽ ഈശ്വരന്റെ സന്നിധിയിലാണ്. ഈശ്വരൻ എന്നെ കാന്തം പോലെ ആകർഷിക്കുന്നു. ഈശ്വരനിൽ വരുന്ന സർവശക്തികളുടെ കിരണങ്ങൾ കൊണ്ട് ഞാൻ ആത്മാവ് ചാർജാകുന്നു. സർവശക്തികൾ, സർവഗുണങ്ങൾ, സർവഖജനാവുകൾ, വരദാനങ്ങൾ കൊണ്ട് ഞാൻ സമ്പന്നമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരൻ തന്നെ എൻ്റെ സ്വന്തം അച്ഛനാണ്, അമ്മയാണ്, അധ്യാപകനാണ്, കൂട്ടുകാരനാണ്, സദ്ഗുരുവാണ്, സർവസ്വവുമാണ്, ലോകവുമാണ്. എൻ്റെ അച്ഛൻ പരിധിയില്ലാത്ത ആത്മാക്കളുടെ പരമപിതാവാണ്, സുപ്രീം ഫാദറാണ്, ഗോഡ് ഫാദറാണ്. ഈശ്വരൻ എനിക്ക് സർവ വരദാനങ്ങൾ കൊണ്ട് എന്നെ ആശീർവദിക്കുന്നു. ഈശ്വരനുമായി നേടിയ കറന്റിനെ ഞാൻ ആത്മാവ് സാകാര ലോകത്തിൽ വന്ന് പുരികങ്ങളുടെ മധ്യത്തിൽ സ്ഥിതമായിക്കൊണ്ട് ഈ എല്ലാ ശക്തികളെ ശരീരത്തിൻ്റെ ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും പസരിക്കുന്നു. എന്നിലൂടെ മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കൾക്ക് ശാന്തിയുടെ ദാനം, ശക്തികളുടെ ദാനം ലഭിച്ച് ലോകത്തിൽ ഉള്ള ദുഃഖി ആത്മാക്കൾ, അശാന്ത ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം, സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ശാന്തവുമാണ്, ശക്തിശാലിയാണ്, നിർഭയനാണ്, നിശ്ചിന്തനാണ്. എൻ്റെ ശരീരവും സ്വസ്ഥവുമാണ്, എൻ്റെ മനസ്സും സ്വസ്ഥവുമാണ്. ഞാൻ ആത്മാവും സ്വസ്ഥവുമാണ്, സന്തോഷത്തിലാണ്. ഓം ശാന്തി.